ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിഡ്നാപ്പിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് യാടയും ക്യൂവും തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ യാട പറയുകയാണ്, എനിക്ക് ഉറപ്പൊന്നും ഇല്ല, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. എൻ്റെ പേര് യാട എന്നാണ്. പിന്നെ നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? നിൻ്റെ അച്ഛൻ അറിയാമോ നീ ഇവിടെയാണെന്ന്? അപ്പോൾ ക്യൂ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തോന്നാണ് വേണ്ടത്? നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടത് പറയുന്നു. അപ്പോൾ അവർ പറയാണ്, അത് പിന്നെ നിൻ്റെ അച്ഛനുമായിട്ട് നിനക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലേ? നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രോബ്ലംസൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാമെന്ന്. ഇത് കേട്ട ക്യൂ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്തോന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം യാട പറയുന്നു, അത് പിന്നെ ഇപ്പം ന്യൂസിലൊക്കെ ഉള്ള ഒരു വെയർ ഹൗസിൻ്റെ കേസ് നിനക്കറിയത്തില്ലേ, അതിൽ നിന്ന് നിൻ്റെ അച്ഛൻ പിന്മാറണം, അതാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പം ക്യൂ ചോദിക്കുന്നു, അപ്പം നിങ്ങളാണോ ഈ കേസിൻ്റെ പിന്നിലുള്ളത്? അതുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നു, അതെ ഞാൻ തന്നെയാണ് എല്ലാത്തിനും പിന്നിലുള്ളത്, പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്റ്റബോണാണ് നിൻ്റെ അച്ഛൻ. അവനെ കാരണം എല്ലാവർക്കും നല്ല പ്രശ്നങ്ങളാണ്. എന്തായാലും നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാലോ എന്നവർ ചോദിക്കുകയാണ്. അപ്പോൾ ക്യൂ കുറച്ച് സമയം ആലോചിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ നിങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എനിക്കൊരു പ്രോമിസ് തരാൻ കഴിയുമോ? എൻ്റെ അച്ഛനെന്ന് പറയുമ്പോഴേ അവർ പറയുന്നു, ഞാൻ നിനക്ക് പ്രോമിസ് തരുന്നു, നീ നിൻ്റെ അച്ഛന് സേഫ് ആയിരിക്കും, പക്ഷേ നിൻ്റെ അച്ഛൻ പിന്നെ ആ കേസിൽ ഇൻവോൾവ് ആകാൻ പാടില്ലെന്ന്. അപ്പോൾ ക്യൂ ആണെങ്കിൽ ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് മിന്നിൻ്റെ കാര്യം ഓർത്തിട്ട് അവരോട് മിന്നിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, ഓ മിന്നോ, അവൻ എൻ്റെ ഫേവററ്റ് ആണ്, അല്ല എന്താ നിനക്ക് അവനെ അറിയാമോ എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ പെട്ടെന്ന് ഗൺ ഷൂട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ പവർ കട്ട് ആകുന്നുണ്ട്. ക്യൂ ആണെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആകുന്നുണ്ട്. യാടയാണെങ്കിൽ അവനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്താണ് സംഭവം എന്ന് നോക്കിയാണ്. അപ്പോൾ സുവോ വന്നിട്ട് യാടയോട് പറയുന്നുണ്ട്, അത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് മേഡം പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വായെന്നും പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. അപ്പോൾ യാട പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗസ്റ്റിനോട് സംസാരിക്കുകയാണെന്ന്. അപ്പോൾ സുവോ പറയുന്നു, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, മേഡം ഇപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് എൻ്റെ കൂടെ വായെന്നും പറഞ്ഞ് അവിടെ നിന്നും യാടയെ കൊണ്ടുപോവുകയാണ്. അവിടെ ക്യൂ ആണെങ്കിൽ പതുക്കെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ഒരു ഗാർഡിനെ കണ്ടിട്ട് അവനാണെങ്കിൽ അയാളെ ഇടിക്കുകയാണ്. പക്ഷെ അയാൾക്ക് അത് ഏൽക്കുന്നതൊന്നും ഇല്ല. അയാൾ അവനെ തിരിച്ചടിക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് മിന്നു വന്ന് അയാളെ തടഞ്ഞിട്ട് അയാൾക്കിട്ട് ഒരു അടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി പെട്ടെന്ന് ക്യൂ ആണെങ്കിൽ ബൈക്ക് നിർത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ മിന്നു ബൈക്ക് നിർത്തുമ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ടിട്ട് ക്യൂവിനോട് മിന്നു ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകണമെന്ന്. അപ്പോൾ ക്യൂ ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കുന്നു, ആർക്കാണോ എൻ്റെ അച്ഛൻ മരിക്കണമെന്നുള്ളത് അവരുടെ കൂടെയാണല്ലേ നീ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം മിന്നു പറയുന്നു, ക്യൂ നീ റിലാക്സ് ആക്, ഞാൻ നിന്നോട് പറയുന്നത് നീ ഒന്ന് കേൾക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയത്തില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് ഇന്ന് അത് കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതുപോലെ നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല, സത്യമായിട്ടും എനിക്ക് അവരെ അറിയത്തില്ലായിരുന്നു. അതുപോലെ അവരാരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിന്നെ ട്രേസ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനും ശ്രമിച്ചിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്നെ വിശ്വാസമില്ലേന്ന്. ക്യൂ ആണെങ്കിൽ മിന്നു പറയുന്നത് ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഇത് കണ്ടിട്ട് മിന്നു ചോദിക്കുന്നു, ഇത്രയും ദിവസമായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്ന്. ഇങ്ങനെ ചോദിച്ചിട്ട് പോലും ക്യൂ ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മിന്നിനാണെങ്കിൽ നല്ല വിഷമമാകുന്നുണ്ട്. അടുത്ത സീനിൽ അവർ വീട്ടിലെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. ക്യൂവിന് അടി കിട്ടാതിരിക്കാനായിട്ട് മിന്നു അവനെ സഹായിക്കാൻ പോയ സമയത്ത് അവന് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മെന്നതിന് മരുന്ന് പുരട്ടി കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. അപ്പം മിന്നു പറയുന്നു, അത് പിന്നെ എന്തോ ഒരു സാധനം വന്ന് പുറത്തേക്ക് വീണു, അതിലൂടെ പറ്റിയ മുറിവാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന്. ഈ സമയം തന്നെ അവിടേക്ക് ക്യൂ വരികയാണ്. ക്യൂ വന്നതിന് ശേഷം എന്നെ പറയാണ്, ഡേ എനിക്ക് തോന്നിയത് നീ ആ സ്ക്രിപ്റ്റിലേതുപോലെ ക്യൂവിനെ സഹായിക്കാൻ പോയതിലൂടെ നിനക്ക് സംഭവിച്ചതാണ് ഇതെന്ന്. ഇത് കേട്ടിട്ട് മിന്നു പറയുന്നു, പോടാ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പം ഇവർ സംസാരിക്കുന്ന സമയം ക്യൂ ആണെങ്കിൽ മിന്നിനെ കുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അത് ശരിയാ, നിന്നെ ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന്. ക്യൂവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് മിന്നിന് നല്ല ദേഷ്യവും വിഷമവും വരുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ മിന്നു പോയതിനു ശേഷം മെന്നു ചോദിക്കുന്നുണ്ട്, എന്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ ക്യൂ മെന്നിനോട് പറയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നിന്നെ സംബന്ധിച്ച് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മിന്നെന്ന്. ഇത് കേട്ട മെന്നാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് അവൻ്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതിലെ ക്യാരക്ടർ ജാക്കിനെ പോലെയാണ് അവൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷെ അത് അവനെ വേദനിപ്പിച്ചു കൊണ്ടായിരിക്കുമെന്ന്. മെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് ക്യൂവിനാണെങ്കിൽ മിന്നിനെ വിശ്വസിക്കണോ വേണ്ടതെന്നൊന്നും അറിയത്തില്ല. അവിടെ കാച്ചയാണെങ്കിൽ ഒരു ന്യൂസ് വായിക്കുകയാണ്. ആ ന്യൂസ് ഇതാണ്, വെയർ ഹൗസ് കേസിലെ പ്രതിയുടെ അച്ഛൻ കാർ ആക്സിഡൻറ്റിൽ മരിച്ചെന്ന്. അതുപോലെ പോലീസ് ഇതിനെ
ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സമയം അവിടേക്ക് ഒരാൾ വന്നിട്ട് സാർ ഞാൻ എവിഡൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കാച്ചയുടെ കയ്യിലേക്ക് എവിഡൻസ് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, മിസ് യാഡയുടെ കൂടെയുള്ള സുവോ എന്ന വ്യക്തി കാച്ചയുടെ ആളാണെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ ഫോമിൻ്റെ കയ്യിൽ നിന്ന് എവിഡൻസ് ഒക്കെ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അപ്പോൾ കാച്ച പറയുന്നു അത് സാരമില്ല, നീ അതോർത്ത് നിന്നെ തന്നെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതുപോലെ നല്ല വിശ്വാസമുണ്ട് നമുക്ക് യാഡയെ പെട്ടെന്ന് തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന്. പിന്നെ നീ അവിടെ സേഫ് അല്ലേ, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കല്ലേ പോകുന്നതെന്ന്. അപ്പോൾ സുവോ പറയുന്നു എല്ലാം ശരിയായിട്ട് തന്നെയാണ് പോകുന്നതെന്ന്. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്, ക്യൂ മിസ് യാഡയെ കാണാനായിട്ട് വന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അവനെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് നോക്കിയത് സുവോ ആണെന്ന്. അതിനുശേഷം സുവോ പറയാണ് മിസ് യാഡയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാനാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്ന വ്യക്തിയെന്ന്. അതുപോലെ അത് നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നല്ല രീതിക്ക് തന്നെ അത് ചെയ്യുമെന്ന്. അപ്പോൾ സുവോ പറഞ്ഞതിന് ശേഷം കാച്ച ചോദിക്കുന്നു അല്ല എന്തിനാണ് നീ എന്നെ ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. അപ്പോൾ സുവോ പറയുന്നു അത് പിന്നെ ക്യൂവും മിസ് യാഡയും കണ്ടു കഴിഞ്ഞു എന്ന്. ഇത് കേട്ടിട്ട് കാച്ചയാണെങ്കിൽ നല്ല ഷോക്ക് ആകുന്നുണ്ട്. അതുപോലെ അയാൾ പറയാണ് സാറ് കരുതുന്നത് വീട്ടിൽ അവനെ നിർത്തുന്നതിനേക്കാൾ സേഫാണ് മിന്നിനോടൊപ്പം നിൽക്കുന്നതെന്ന്, എന്നാൽ ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആയിരിക്കുന്നു, എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും ആപത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ടിട്ട് കാച്ചയാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആകുന്നുണ്ട്. രാത്രി മിന്നാണെങ്കിൽ ക്യൂ റൂമിലേക്ക് വരുന്ന സമയത്ത് ഞാൻ താഴെ പോയി ഉറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവേണ്. ഇത് കാണുന്ന ക്യൂവിനാണെങ്കിൽ വിഷമമാകുന്നുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയം പതിവ് പോലെ അവ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അവൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ഈ സമയം അവിടേക്ക് ഡോറ് തുറന്ന് ആരോ വരുന്നതായിട്ടും അവൻ കാണുന്നുണ്ട്. അത്രയും കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഉണർന്ന ഉടനെ അടുത്ത് മിന്നുണ്ടായെന്നാണ് നോക്കുന്നത്. അപ്പം മിന്ന് അവൻ്റെ അടുത്തില്ലല്ലോ. അങ്ങനെ ഇത്രയും കാലം അവൻ പേടിച്ചുണരുന്ന സമയത്തൊക്കെ അവ ഓക്കെ ആക്കിയതൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ അവിടെ എത്തുന്നതിന് മുമ്പേ മിന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ പോയി മിന്നിനെ ഹഗ് ചെയ്യണ്. അപ്പം മിന്ന് പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഞാൻ ഇപ്പം നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ സേഫ് ആണെന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്യൂ ഓക്കെ ആയി എന്ന് തോന്നുമ്പോഴാണ് പിന്നെ ഞാൻ പോകുന്നതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നത്. അത് കണ്ട ക്യൂ ആണെങ്കിൽ അവനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് ചോദിച്ചായിരുന്നല്ലോ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന്, അതുപോലെ നീ എങ്ങനെയൊക്കെ എന്തിനാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നീ എന്നോട് പറയുന്നു. അപ്പം മിന്ന് പറയുന്നു സത്യമായിട്ട് നീ ഞാൻ പറയാൻ പോകുന്നതൊക്കെ വിശ്വസിക്കോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും എനിക്കത് അറിയത്തില്ല, പക്ഷെ നീ കരയുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല, അതുപോലെ നിനക്ക് എന്തെങ്കിലും വേദന ഉണ്ടായാൽ അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കും, അതുപോലെ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും നിന്നോട് ഇനി കള്ളം പറയുകയുമില്ല, നിനക്കെന്നെ വിശ്വസിക്കാമെന്ന്. ഇത് കേട്ട ക്യൂ ആണെങ്കിൽ നീ എന്നെ വിട്ട് എവിടേക്കും പോകില്ലെന്ന് പ്രോമിസ് തരാൻ പറയാണ്. അത് കേട്ടിട്ട് മിന്നാണെങ്കിൽ പ്രോമിസ് ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ നല്ല സങ്കടത്തോടെ വീണ്ടും കരഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്യാണ്. അടുത്ത ദിവസം പിന്നെ പഴയതുപോലെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അവിടെ ഷൂട്ട് ചെയ്യുന്ന സീൻ ഇതാണ്. ഒരു കപ്പിൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു റൗഡി വന്നിട്ട് ഹീറോയെ വെടിവെക്കുന്നതായിട്ടാണ്. അങ്ങനെ ഷൂട്ട് ചെയ്ത് മിന്ന് താഴെ വീഴുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ മടിയിൽ അവനെ കിടത്തിയിട്ട് എന്തൊക്കെയോ ഡയലോഗ് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ അവനോട് ക്യൂ സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആ പെണ്ണ് സംസാരിച്ച് കഴിഞ്ഞ് കട്ട് പറയുമ്പോഴാണ് മിന്നിന് ബോധം വരുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവ കണ്ടത് വെറും സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. അപ്പോൾ ജെയിംസ് പറയുന്നുണ്ട് നീ അടിപൊളിയായിട്ട് ചെയ്തു, അടുത്ത പ്രോജക്റ്റിൽ മെയിൻ ലീഡ് നീ തന്നെ. ഇതൊക്കെ കേട്ടിട്ട് മിന്നാണെങ്കിൽ ചെറിയ രീതിയിൽ ആ സ്വപ്നം കണ്ടത് ഓർത്തിട്ട് നിന്ന് ചിരിക്കുകയാണ്. രാത്രി മിന്ന് പുറത്ത് നിൽക്കുന്ന സമയം അവിടേക്ക് ക്യൂ വന്നിട്ട് ചോദിക്കുന്നു മിന്നി ഇനി അവിടേക്ക് ജോലിക്ക് പോകില്ലല്ലോ എന്ന്. അപ്പം മിന്ന് പറയുന്നു ഇപ്പം അവിടെ എന്തൊക്കെയോ പ്രശ്നമല്ലേ, അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഒരു ബ്രേക്ക് എടുത്തോളാ, എന്തായാലും എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഞാൻ അവിടെ നിന്നും ക്വിറ്റ് ചെയ്യുമെന്ന്. ഇത് കേട്ട ക്യൂ ചോദിക്കുന്നുണ്ട് മിന്നി സേഫ് ആയിരിക്കില്ലേ എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ ക്യൂനാരോ ഒളിച്ചൊളിച്ച് അതുവഴി നടക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ അവ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് ഒരു കമ്പെടുത്ത് അവിടേക്ക് എറിയുന്നുണ്ട്. പക്ഷേ കള്ളനൊന്നും അല്ലായിരുന്നു, അവിടേക്ക് വന്നത് ജെയിംസ് ആയിരുന്നു. ജെയിംസിനെ കണ്ടിട്ട് മിന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. അവനെ കളിയാക്കുന്ന രീതിയിൽ തന്നെ ക്യൂ സംസാരിക്കുകയാണ്. അപ്പോൾ ക്യൂ സംസാരിക്കുന്നത് കേട്ടിട്ട് ജെയിംസ് പറയുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അല്ല കിഡ്നാപ്പ് ജോലിയൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ നീ എന്താ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാത്തതെന്ന്. ഇവർ രണ്ടുപേരും ഇവൻ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ടിട്ട് ജെയിംസ് ചോദിക്കുന്നു അല്ല എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം മിന്നു പറയുന്നു അങ്ങനെയൊന്നുമില്ല, നീ എന്തോന്നാണ് പറയുന്നത്, പിന്നെ നീ ഇവിടേക്ക് എന്തിനാ വന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ജെയിംസ് പറയുന്നു അത് പിന്നെ ഞാൻ വന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനാണ്. ക്യൂയെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞ ആളില്ലേ ഫൂം, അയാൾ മരിച്ചു, ന്യൂസ് പ്രകാരം അത് മർഡറാണോ സൂയിസൈഡാണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഈ വാർത്ത കേട്ട ക്യൂവും മിന്നു ആണെങ്കിൽ നല്ല ഷോക്ക് ആകുന്നുണ്ട്.
ജെയിംസ് എന്നിട്ട് പറയുന്നുണ്ട് ക്യൂവിൻ്റെ അച്ഛൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പ്രകാരം ഇത് ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്ന രീതിയിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ വീണ്ടും ഇതിൽ ഇൻവോൾവ് ആകുന്നു എന്ന് കേട്ട് ക്യൂ ആണെങ്കിൽ നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അവനാണെങ്കിൽ രാത്രി ഉറങ്ങുന്നത് പോലും ഇല്ല. ഇതൊക്കെ മിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ക്യൂ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട മിന്നാണെങ്കിൽ അവനടുത്തേക്ക് വന്നിട്ട് അവൻ്റെ തലമുടിയിൽ തടവിയിട്ട് ചോദിക്കുന്നുണ്ട് ക്യൂ നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ക്യൂ പറയുന്നു ആദ്യമെന്ന്. ക്യൂ പറഞ്ഞത് കള്ളമാണെന്ന് അറിയാവുന്നത് കൊണ്ട് മിന്ന് ചോദിക്കുന്നു ക്യൂ നീ നിൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് വറീഡാവുകയാണോ, നിനക്ക് നിൻ്റെ അച്ഛനോട് സംസാരിക്കണമെന്നുണ്ടോ, എന്നാൽ ഞാൻ നിനക്ക് എൻ്റെ ഫോൺ തരാമെന്ന്. ഇത് കേട്ട ക്യൂ പറയുന്നു അതൊന്നും വേണ്ട, എനിക്ക് അച്ഛനോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല, ഞാൻ എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് മിന്നു ചോദിക്കുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിൻ്റെ മൂഡ് ചേഞ്ച് ആക്കാനെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ക്യൂ പറയണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഓർക്കുന്നത് നിർത്താനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു. അങ്ങനെ മിന്നാണെങ്കിൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയണ് എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന്. അപ്പോൾ ക്യൂ ചോദിക്കുന്നുണ്ട് എന്ത് ഐഡിയ എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മിന്നാണെങ്കിൽ ക്യൂവിനെ ഹാപ്പി ആക്കാനായിട്ട് സോംബി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ക്യൂവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവൻ സോംബി ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് ക്യൂവിന് പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ആക്ടിങ്ങിനൊക്കെ ശേഷം വിശ്രമിക്കുന്ന സമയം ക്യൂവിനോട് മിന്നു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നീ എൻജോയ് ചെയ്തോ എന്ന്. അപ്പോൾ ക്യൂ പറയുന്നു ഞാൻ എൻജോയ് ചെയ്തു, പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. മിന്നു ഒരു പക്ഷേ ഞാനൊരു ദിവസം റിയലായിട്ട് സോംബിയായി മാറിയാൽ നീ എന്നെ ഷൂട്ട് ചെയ്യുമോ എന്ന്. അത് കേട്ടിട്ട് മിന്നു പറയുന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ സോംബിയാകാനൊന്നും സമ്മതിക്കില്ല, പിന്നെ എന്നെങ്കിലും ഞാനൊരു സോംബിയായി മാറിക്കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പൊയ്ക്കണമെന്ന്. അത് കേട്ടിട്ട് ക്യൂ ചോദിക്കുന്നുണ്ട് അതെന്തിനെന്ന്. അതിന് മറുപടിയായിട്ട് മിന്നു പറയുന്നു എൻ്റെ ലൈഫിന് എന്ത് പറ്റിയാലും അതൊരു വിഷയമേ അല്ല എനിക്ക്, പക്ഷെ നീ മരിക്കുന്നത് ഞാൻ കാണുകയാണെങ്കിൽ അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെന്ന്. അപ്പോൾ ക്യൂ ആണെങ്കിൽ മിന്നു പറയുന്നതൊക്കെ കേട്ടിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയും മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയും മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.